രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. രാവണൻ സീതയെ അപഹരിക്കുവാൻ ഓരോരോ ഉപായങ്ങൾ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ്. അതിനെ തുടർന്നുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. മാരീചവാക്യമേവം കേട്ടു രാവണൻ ചൊന്നാനാരുമില്ലെനിക്ക് നിന്നെപ്പോലെ മുട്ടുന്നേരും. സകേതാധിപനായ രാജാവ് ദശരഥൻ ലോകൈകാധിപനുടെ പുത്രന്മാരായുണ്ടു പോൽ. രാമലക്ഷ്മണന്മാരൻ നിരുവരിത് കാലം കോമളഗാത്രിയായോരംഗനാരത്നത്തോടു ദണ്ഡകാരണ്യേ വന്നു വാഴുന്നിതവർ ബലാൽ എന്നുടെ ഭഗിനിതൻ നാസികാകുജങ്ങളും കർണവും ഛേദിച്ചത് കേട്ടുടൻ ഖരാദികൾ ചെന്നിത് 14,000 അവരെയും നിന്ന് താനേകനായിട്ടെതിർത്ത് രണത്തിങ്കൽ കൊന്നിതു 3.25 നാഴിക കൊണ്ടു രാമൻ. തത്പ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിങ്ങു പോന്നിടുവൻ. അതിനു നീ ഹേമവർണം പൂണ്ടൊരു മാനായി ചെന്ന് അടവിയിൽ കാമിനിയായ സീതയെ തന്നെ മോഹിപ്പിക്കണം. രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കും വാമഗാത്രിയെ അപ്പോൾ കൊണ്ടു ഞാൻ പോന്നിടുവൻ. നീ മമ സഹായമായിരിക്കിൽ മനോരഥം മാമകം സാധിച്ചിടുമില്ല സംശയമേതും. പങ്ക്തി ഗന്ധർവാക്യം കേട്ടു മാരീചനുള്ളിൽ ചിന്തിച്ചു ഭയത്തോടും ഈ വണ്ണമുര ചെയ്താൻ. ആരുപദേശിച്ചത് മൂലനാശനമായ കാര്യം നിന്നോടവൻ നിന്നുടെ ശത്രുവല്ലോ. നിന്നുടെ നാശം വരുത്തിയിടുവാൻ അവസരം തന്നെ പാർത്തിരിപ്പോരു ശത്രുവാകുന്നതവൻ. നല്ലതു നിനക്കു ഞാൻ ചൊല്ലുവൻ കേൾക്കുന്നാകിൽ നല്ലതല്ലേതും നിനക്കിത്തൊഴിലറിക നീ. രാമചന്ദ്രനുള്ള ഭീതി കൊണ്ടകതാരിൽ മാമകേ രാജരത്നരമണീരഥാദികൾ കേൾക്കുമ്പോൾ അതിഭീതനായുള്ളു ഞാനോ നിത്യം രാക്ഷസവംശം പരിപാലിച്ചു കൊള്ളുക. നീയും ശ്രീനാരായണൻ പരമാത്മാവു തന്നെ രാമൻ. ഞാനതിൻ പരമാർത്ഥമറിഞ്ഞൻ കേൾക്കാൻ നീയും. നാരദാദികൾ മുനിശ്രേഷ്ഠന്മാർ പറഞ്ഞു പണ്ടോരോരോ വൃത്താന്തങ്ങൾ കേട്ടേൻ പൗലസ്ത്യ പ്രഭോ. പത്മസംഭവൻ മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചനരുൾ ചെയ്തിതു വാത്സല്യത്താൽ. എന്തു ഞാൻ വേണ്ടുന്നത് ചൊല്ലുകെന്നതു കേട്ടു ചിന്തിച്ച് വിധാതാവും അർത്ഥിച്ചു ദയാനിതേ. നിൻ തിരുവടി തന്നെ മാനുഷവേഷം പൂണ്ട് പങ്ക്തികന്ധരൻ തന്നെ കൊല്ലണം മടിയാതെ. അങ്ങനെ തന്നെ എന്നു സമയം ചെയ്തു നാഥൻ. മംഗലം വരുത്തുവൻ ദേവതാപസർക്കെല്ലാം. മാനുഷനല്ല രാമൻ, സാക്ഷാൽ ശ്രീനാരായണൻ. താനെന്ന് ധരിച്ചു സേവിച്ചു കൊള്ളുക ഭക്ത്യാ. പോയാലും പരമ്പുക്കു സുഖിച്ചു വസിക്കനി. മായാമാനുഷൻ തന്നെ സേവിച്ചു കൊള്ളുക നിത്യം. എത്രയോ പരമകാരുണികൻ ജഗന്നാഥൻ ഭക്തവത്സലൻ ഭജനീയൻ ഈശ്വരൻ നാഥൻ. രാമനാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന മാരീചനോട് രാവണൻ ചെന്ന് പറയാണ്, ദശരഥ മഹാരാജാവിൻ്റെ മക്കളായ ശ്രീരാമനും ലക്ഷ്മണനും സുന്ദരിയായ ഒരു സ്ത്രീയോടൊപ്പം ഇവിടെ വന്നിട്ടുണ്ട്. ശൂർപ്പണഖ അവരുടെ അടുത്ത് ചെന്നപ്പോൾ ലക്ഷ്മണൻ അവളുടെ അംഗഭംഗം വരുത്തി ഖരൻ മുതലായവരെ വധിച്ചു. അതുകൊണ്ട് സൗന്ദര്യവതിയായ സീതയെ എനിക്ക് കൊണ്ടുപോരണം. നീ ഒരു സ്വർണ്ണമാനായിട്ട് അവിടെ ചെന്ന് കാമിനിയായ സീതയെ മോഹിപ്പിക്കണം. രാമലക്ഷ്മണന്മാരെ എങ്ങനെയെങ്കിലും ദൂരത്താക്കിയാൽ സീതയെ ഞാൻ കൊണ്ടുപോരാം.
അപ്പോൾ മാരീചൻ രാവണനോട് പറയാണ്, കുലം പൊടിക്കുന്ന കാര്യം നീ പറയരുത്. ഇതാരാണ് നിന്നോട് ഈ ബുദ്ധി ഉപദേശിച്ചത്? അതാരാണെങ്കിലും നിന്നെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ബുദ്ധി നിനക്ക് പറഞ്ഞു തന്നത്. ശ്രീരാമൻ സാക്ഷാൽ നാരായണനാണ്, അതുകൊണ്ട് യാതൊരു കാരണവശാലും ഞാനത് ചെയ്യുകയില്ല എന്ന് പറഞ്ഞപ്പോൾ മാരീചനെ കൊല്ലുവാൻ ഒരുമ്പെടുകയാണ് രാവണൻ. അപ്പോൾ മാരീചൻ മനസ്സിൽ വിചാരിക്കുകയാണ്, ഒരു ദുഷ്ടൻ്റെ ആയുധമേറ്റ് മരിക്കുന്നതിനേക്കാളും ശ്രീരാമൻ്റെ ബാണമേറ്റ് മരിക്കുന്നതാണ് എനിക്ക് മോക്ഷം, അതുകൊണ്ട് ഞാനത് ചെയ്യാം എന്ന് പറഞ്ഞ് മാരീചൻ രാവണൻ്റെ ഇംഗിതത്തെ ചെയ്യുവാൻ വേണ്ടി പുറപ്പെടുകയാണ്. രാവണ വിജേഷ്ടിതമറിഞ്ഞു രഘുനാഥൻ ദേവിയോടരുൾ ചെയ്താൻ, ഏകാന്തേ കാന്തേ കേൾനി രക്ഷോ നായകൻ നിന്നെ കൊണ്ടുപോവതിനിപ്പോൾ ഭിക്ഷുരൂപേണ വരും അന്തികേ ജനകജേ. നീയൊരു കാര്യം വേണം അതിനു മടിയാതെ, മായാ സീതയെ പർണശാലയിൽ നിർത്തിടേണം. വണ്ണിമണ്ഡലത്തിങ്കൽ മറഞ്ഞു വസിക്ക നീ ധന്യേ. രാവണവധം കഴിഞ്ഞുകൂടുവോളം ആശ്രയാശങ്കലോരാണ്ടിരുന്നിടണം. ജഗദാശ്രയഭൂതേ സീതേ ധർമ്മരക്ഷാർത്ഥം പ്രിയേ. രാമചന്ദ്രോക്തി കെട്ട് ജാനകി ദേവി താനും കോമളഗത്രിയായ മായാ സീതയെ തത്ര പർണശാലയിലാക്കി വന്യമണ്ഡലത്തിങ്കൽ ചെന്നിരുന്നിതു മഹാവിഷ്ണു മായയും. അപ്പോൾ മാരീചൻ സ്വർണ്ണമാനിൻ്റെ രൂപത്തിൽ സീതയുടെ മുൻപിൽ വന്നു നിന്നു. ശ്രീരാമന് അപ്പോൾ തന്നെ കാര്യം മനസ്സിലായി, ഇത് രാവണൻ്റെ പ്രവൃത്തിയാണ് എന്ന്. ശ്രീരാമൻ സീതയോട് പറഞ്ഞു, അല്ലയോ സീതേ, നീ മായാ സീതയെ ഇവിടെ നിർത്തിയിട്ട് അഗ്നികുണ്ഡത്തിൽ മറഞ്ഞിരിക്കുവാൻ പറഞ്ഞു. അങ്ങനെ മായാ സീതയെ ഇവിടെ നിർത്തി അഗ്നിമണ്ഡലത്തിൽ മറഞ്ഞിരിക്കണം. രാവണവധം കഴിയുന്നതുവരെ നീ ആശങ്കയില്ലാതെ കഴിയണം എന്ന് പറഞ്ഞു. രാമവചനങ്ങൾ കേട്ട് മായാസീതയെ പർണശാലയിലാക്കി സീത. ഹോമകുണ്ഡമെരിഞ്ഞു. നിമിഷം കൊണ്ട് സൂക്ഷ്മ സീത അന്തർധാനം ചെയ്തു. സർവ്വദുഃഖങ്ങളും അനുഭവിക്കുവാൻ വേണ്ടി മായാസീത പുറത്തു തന്നെ നിന്നു. ശ്രീരാമചന്ദ്ര കൃപാലു ഭജമന ഹരണഭാവഭയദാരുണം നവകഞ്ചലോചന കഞ്ചമുഖകര കഞ്ചപാദ കഞ്ചലോചന